ഒതായി മനാഫ് കൊലക്കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് കോടതി. കൊലക്കുറ്റം തെളിഞ്ഞുവെന്നും കോടതി കണ്ടെത്തുന്നു. 3 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് പ്രതി. കേസിൽ നേരത്തെ PV അൻവർ അടക്കം 21 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഏതാണ് ഈ കേസ്? ഇപ്പോൾ വിധി വരികയും ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. സ്മൃതി, 1995 ഏപ്രിൽ 13 PV അൻവറിന്റെ നാടായിട്ടുള്ള ഒതായി അങ്ങാടിയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 2.5 പതിറ്റാണ്ടിലധികം കാലം 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതി അതിലെ ഒന്നാം പ്രതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അത് കേസിൽ PV അൻവറുടെ പങ്കുണ്ടായിരുന്നു. കേസ് വലിയ തോതിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ, പക്ഷേ അതിലൊരു സാക്ഷി കൂറും അറിയതോടെ PV അൻവറും അതുപോലെ തന്നെ PV അൻവറുടെ പിതാവായിരുന്ന PV ഷൗക്കത്ത് അലി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അതിൽ 21ഓളം ആളുകളെ പ്രതികളായിരുന്ന ആളുകൾ തന്നെ കേസിൽ ഒരു ഘട്ടത്തിൽ കുറ്റവിമുക്തമാക്കുകയും ചെയ്തിരുന്നു. ആ കേസിലാണ് 4 പേരാണ് കേസിൽ വിചാരണ നേരിട്ടിരുന്നത്. അതിൽ 2 പേർ എന്ന് പറയുന്നത് PV അൻവറുടെ സഹോദരിയുടെ പുത്രന്മാരാണ്. മാലങ്ങാടൻ ഷഫീഖും മാലങ്ങാടൻ ഷെരീഫുമായിരുന്നു 1ഉം 3ഉം പ്രതികൾ. അതുപോലെ തന്നെ മറ്റ് 2 പ്രതികൾ 17ാം പ്രതിയും അതുപോലെ തന്നെ 19ാം പ്രതിയും ഈ കേസിൽ വിചാരണ നേരിട്ടിരുന്നു. പക്ഷേ അതിലെ 3 പ്രതികളെ കൂടി കോടതി വെറുതെ വിട്ടിരിക്കുന്നു, കുറ്റവിമുക്തരാക്കിയിരുന്നു. പക്ഷേ അതിൽ 1ാം പ്രതിയായിട്ടുള്ള മാലങ്ങാടൻ ഷഫീഖ് എന്ന PV അൻവറുടെ സഹോദരിയുടെ മകൻ കൂടിയായിട്ടുള്ള മാലങ്ങാടൻ ഷഫീഖിനെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാലങ്ങാടൻ ഷഫീഖിനെയാണ് ഇപ്പോൾ കുറ്റക്കാരൻ. IPC 302 വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റം നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ മഞ്ചേരി കോടതി വിധി പറയുകയും ചെയ്തിരിക്കുന്നു. ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ വിധി എന്നാണ് പറയുക എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരാനുണ്ട്. സ്മൃതി. ശരി, അഷ്കർ അലി കരിമയാണ് വിവരങ്ങൾ നൽകി.